വളർച്ചയിൽ അസൂയ പൂണ്ട ദേവന്മാർ ആശങ്കാകുലരായി. ഭഗവാൻ വിഷ്ണുവിനോട് പരാതിയുമായി അവർ ചെന്നു. തുടർന്ന് കുടയും പിടിച്ച് ഒരു ചെറു വാമനന്റെ രൂപത്തിൽ ഭഗവാൻ മഹാബലിയുടെ സദസ്സിലേക്ക് നടന്നു വന്നു, 3 അടി മണ്ണ് യാചിക്കാൻ. അങ്ങേക്ക് എന്താണ് വേണ്ടത്? എന്ത് ദാനമാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? മഹാരാജൻ, എനിക്ക് അധികമൊന്നും വേണ്ട. തപസ് ചെയ്യാനായി 3 അടി മണ്ണ് മാത്രം മതി. 3 അടി മണ്ണോ? ഇത്ര വലിയ രാജ്യത്തിന്റെ രാജാവായ എന്നോട് ഇത്ര ചെറിയ ദാനമാണോ അങ്ങ് ചോദിക്കുന്നത്? സ്വർണമോ പശുക്കളോ വേണമെങ്കിൽ ഗ്രാമങ്ങളോ ഞാൻ അങ്ങേക്ക് നൽകാം. മഹാരാജൻ, എനിക്ക് ആവശ്യം തപസ് ചെയ്യാനായി 3 അടി മണ്ണ് മാത്രമാണ്. അധികമൊന്നും വേണ്ട. അത് നൽകി അനുഗ്രഹിച്ചാലും. അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. മഹാബലിയുടെ അനുവാദം കിട്ടിയ ഉടനെ ആ കുഞ്ഞു വാമനൻ ത്രിവിക്രമനായി വളർന്നു പന്തലിച്ചു. ആദ്യത്തെ ചുവടുകൊണ്ട് ഭൂമിയും 2ാമത്തെ ചുവടുകൊണ്ട് ആകാശവും അദ്ദേഹം അളന്നെടുത്തു. മഹാരാജൻ, ഞാൻ ആകാശവും ഭൂമിയും അളന്നു. 3ാമത്തെ അടി ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? ഭഗവാനെ, അങ്ങ് സാധാരണ ബാലനല്ലെന്ന് നാം മനസ്സിലാക്കുന്നു. തീർച്ചയായും ഞാൻ വാക്കു പാലിച്ചിരിക്കും. 3ാമത്തെ ചുവടിനായി നാം നമ്മുടെ ശിരസ് താഴ്ത്തുന്നു. മഹാബലിയുടെ സത്യസന്ധതയിൽ പ്രീതനായ ഭഗവാൻ വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അനുവാദം നൽകി. ആ തമ്പുരാന്റെ മടങ്ങിവരവാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്.